അനാവശ്യമായ ആശങ്കയ്ക്കേ കുഴപ്പമുള്ളൂ. അതെ, ആവശ്യമായ ആശങ്കയ്ക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഈ കേരള സർക്കാർ പുതിയ ഒരു ഡാം ഉണ്ടാക്കുവാനായിട്ട് പോകുന്നു. അതെന്തിനാണ് പുതിയ ഡാം? പഴയത് സ്ട്രോങ് ആണെങ്കിൽ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയൊക്കെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ധാരണ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ആളുകൾ തന്നെ മനഃപൂർവ്വം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ സമരങ്ങളൊക്കെ സീസണലായി മാറുന്നു? മഴക്കാലത്താണല്ലോ പൊതുവെ ഈ മുല്ലപ്പെരിയാർ വീണ്ടും വീണ്ടും ഉയർന്നു വരിക. അല്ല, ബുദ്ധി വേണ്ടേ? ബുദ്ധിയുള്ളവർക്കല്ലേ ആശങ്ക ഉണ്ടാവുള്ളൂ. ഭൂകമ്പങ്ങളാണ് കേരളത്തില് 2011 തുടങ്ങിയ ഭൂകമ്പങ്ങള് ചെറുചലനങ്ങൾ 100ഓളം ഉണ്ടായി. ഇപ്പൊ 3.4 വരെ എത്തി. ഇത് 4+ ആണെങ്കിൽ ഇതെല്ലാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴും. നമ്മുടെ മുറ്റത്ത് വന്നു കഴിഞ്ഞു അപകടം എന്നുള്ളത് മലയാളിക്ക് മനസ്സിലാവണില്ല. സർക്കാർ തോറ്റെങ്കിലും അങ്ങ് ജയിച്ചൊരവസ്ഥയാണ്. ഇപ്പോ അവിടുത്തെ ജലനിരപ്പ്, ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്നുള്ള അങ്ങയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ കേരള ഗവൺമെന്റിന് എന്താ പ്രശ്നം? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? എന്നെ കേൾക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ, ഞാൻ കുറെ നാൾ അദ്ദേഹത്തിന്റെ പുറകെ നടന്നതാണ്, ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. പുതിയ ഡാം എന്ന് പറയുന്നത് അത് എന്ന് പണി തുടങ്ങി എന്ന് തീർക്കാനാണ്? അതെങ്ങനെയാണ് അത് പ്രാവർത്തികമാകുക എന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പുതിയ ഡാമൊന്നും പ്രായോഗികമല്ല. ഈ ഭൂകമ്പം സീസ്മിക് സോണാണ്. മുല്ലപ്പെരിയാർ ഏരിയയൊക്കെ സീസ്മിക് സോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം മൊത്തത്തിൽ സീസ്മിക് സോണാണ്. അവിടെ കൊണ്ടുവന്ന് ഇനിയും ഈ ബ്രഹ്മാണ്ഡമായ ഒരു ഡാം പണിത് വെക്കാന്ന് വെച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഏറ്റവും ലളിതമായി ഈ വിഷയം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് അങ്ങ് കരുതും? ഫിറോസ്, ഈ തമിഴ്നാടിന് ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷുകാരും കൂടി ഊതി പെരുപ്പിച്ചതാണ്. അവര് ബുദ്ധിപൂർവ്വം മിണ്ടാതിരുന്നു മാത്രമേ ഉള്ളൂ. അവര് തന്നെ പറയണം 50,000 കോടി രൂപ. അവരുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു 50,000 കോടി രൂപ പ്രതിവർഷം ഇതിൽ ലാഭമുണ്ട്. അതിലൊരു 10,000 കോടി മേടിച്ച് കേരള ഖജനാവിൽ വെക്കാനായിട്ട് ഈ വെള്ള ഷർട്ടും വെള്ള മുണ്ട് കൊടുത്ത് നടക്കുന്ന പെരുങ്കള്ളന്മാർക്ക് സാധിച്ചോ? മുല്ലപ്പെരിയാർ പ്രശ്നം തീർന്നു. പക്ഷെ ഇവര് തീർക്കൂല. എന്താണെന്നറിയോ ഫിറോസിന്? പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുവോ ഫിറോസ്? ജനങ്ങൾ ചത്ത ഇവന്മാർക്ക് എന്താണ്? ഈ വെള്ളയടിച്ച ആൾക്കാർക്ക് എന്താണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വർഷങ്ങളായി ഈ സമര രംഗത്തുള്ള പോരാട്ടമുഖത്തുള്ള സാമൂഹ്യ പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഒക്കെയായ ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ് നമുക്കൊപ്പം ചിരിക്കുകയാണ്. അത് അഡ്വക്കേറ്റ് റസൽ ജോയ്, നമുക്കിപ്പോ പലപ്പോഴും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പോലും പറയുന്നത് ഈ അനാവശ്യമായ ആശങ്ക സോഷ്യൽ മീഡിയ വഴിയൊക്കെ വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്നു. അതുപോലെ ഇടുക്കി കളക്ടറും പറഞ്ഞിരിക്കുന്നത് ഇത് അനാവശ്യമായ ആശങ്ക എന്ന നിലയിലൊക്കെയാണ്. പക്ഷേ പറയുന്നവർക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ആമുഖമായി അങ്ങ് എങ്ങനെയാണ് തുടങ്ങുന്നത്, സമീപിക്കുന്നത് ഈ വിഷയത്തെ? അനാവശ്യമായ ആശങ്കയ്ക്കേ കുഴപ്പമുള്ളൂ. ആവശ്യമായ ആശങ്കയ്ക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ആശങ്ക എന്ന് പറയുന്നത് നല്ലൊരു വികാരമാണ്. കാരണം നമ്മൾ പ്രിക്കോഷൻസ് എടുക്കും. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ പുതിയ ഒരു ഡാം ഉണ്ടാക്കുവാനായിട്ട് പോകുന്നു. അതെന്തിനാണ് പുതിയ ഡാം? പഴയത് സ്ട്രോങ് ആണെങ്കിൽ, പഴയത് നല്ലതാണെങ്കിൽ എന്തിനാ പുതിയത്? കേരള സർക്കാർ തന്നെ DPR കൊടുത്തു. കേരള സർക്കാർ തന്നെ എൻവയറമെന്റൽ ക്ലിയറൻസിനുള്ള ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ട്രോങ് ആണെങ്കിൽ എന്തിനാണ് പുതിയൊരു ഡാം പണിയുന്നത്? അപ്പോൾ ഈ ഡാം വീക്കാണെന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് കേരളയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയം. ഡാമിന്റെ അടിയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ഭയം അതാണ്. അതുപോലെ തന്നെ തമിഴ്നാട് ഏതായാലും മുൻകൂർ ജാമ്യം എടുത്തു അല്ലേ? അവര് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ട് കേരള സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ മരം വെട്ടാൻ സമ്മതിക്കുന്നില്ല, അറ്റകുറ്റപ്പണികൾ നടത്താൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അവര് പറയണ എന്താണ്? ഒരു ഡാം എന്തിനാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്? റിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്?
അത് വീക്കായതുകൊണ്ടല്ലേ. ഇപ്പൊ രണ്ട് സർക്കാരുകളും ഒരു ഡാം അതെ. വീക്കാണെന്ന് പറയുമ്പോ സ്വയമുണ്ട് ഞങ്ങൾ ഇതിന്റെ അടിയിലാണ്. പക്ഷെ ഇത് അത്രയും ഗൗരവത്തോടെ നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല, കേന്ദ്ര സർക്കാരും തമിഴ്നാടും ഒന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയല്ലേ? കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയൊക്കെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ഒരു ധാരണ അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ആളുകൾ തന്നെ മനഃപൂർവ്വം അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത്രയൊക്കെ ഗൗരവതരമായി ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിട്ടും എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ സമരങ്ങളൊക്കെ സീസണലായി മാറുന്നു? മഴക്കാലത്താണല്ലോ പൊതുവെ ഈ മുല്ലപ്പെരിയാർ വീണ്ടും വീണ്ടും ഉയർന്നു വരിക. ഇനിയിപ്പോ ഒരു മാസമോ 2 മാസമോ കഴിയുമ്പോൾ വീണ്ടും ഇതെല്ലാം ആൾക്കാരങ്ങ് മറന്നുപോവുകയാണ്. വീണ്ടും അടുത്ത ജൂൺ ആവണം. അല്ല, ബുദ്ധി വേണ്ടേ? ബുദ്ധിയുള്ളവർക്കല്ലേ ആശങ്ക ഉണ്ടാവുള്ളൂ. ബുദ്ധിയില്ലാത്തവർക്ക് എന്താണ് ആശങ്ക? ബുദ്ധിയില്ലാത്തവർക്ക് ആശങ്കയില്ല. പിന്നെ മഴക്കാലം വരുമ്പോ ഇത് മഴയും കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു അത്യാഹിതമാണോ? ഭൂകമ്പങ്ങളാണ് കേരളത്തില് 2011 തുടങ്ങിയ ഭൂകമ്പങ്ങള് ചെറുചലനങ്ങൾ 100ഓളം ഉണ്ടായി കേരളത്തില് വിവിധ ഭാഗങ്ങളിലാണ്. അപ്പൊ 2011 റിക്ടർ സ്കെയില് 2 തുടങ്ങിയ ഭൂകമ്പം ഇപ്പൊ 3.4 വരെ എത്തി. അപ്പൊ അതിന്റെ സ്വഭാവം എന്താണ്? ഗ്രാജുവലി ഇറ്റ് ഈസ് ഇൻക്രീസ്. അപ്പൊ 3.4 വന്ന് ഫിനിഷ് ചെയ്യോ? ഇല്ലല്ലോ, ഇനി കൂടി വരും. മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ തന്നെ ഒരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം കൊടൈക്കനാൽ ഭ്രംശ മേഖല എപ്പിസെന്റർ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് കേവലം 16 കിലോമീറ്റർ അകലെ മാത്രമാണ്. മുല്ലപ്പെരിയാർ സെന്റർ ആക്കിയിട്ട് 200 കിലോമീറ്റർ റേഡിയസിൽ 22 ഭ്രംശ മേഖലകളുണ്ട്, എപ്പിസെന്റേഴ്സ് ഉണ്ട്. പോരെ? ഇപ്പൊ 3.4 വരെ എത്തി. ഇത് 4+ ആണെങ്കിൽ ഇതെല്ലാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴും. അതാണ്ടാവുന്നത്. പിന്നെ കേരളം തന്നെ ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് ഭൂമിയുടെ ഉള്ളിലേക്ക് വലിയ മർദ്ദം കൊടുത്ത് എല്ലാ ഡാമിന്റെ അടിയിലും വലിയ പാറകളൊക്കെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എല്ലാ ഡാമിന്റെ അടിയിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിൽ വന്നേക്കുന്നത്. നമുക്ക് ഭൂകമ്പങ്ങളെ കുറിച്ച് ഒരു നിശ്ചയവും ഇല്ല. നമ്മള് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി, ഇന്ത്യയിൽ തന്നെ സിക്കിമിൽ ഭൂകമ്പം ഉണ്ടായി, ആസാമിൽ ഭൂകമ്പം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോ എങ്ങോ ഏതോ ലോകത്ത് സംഭവിച്ചാന്ന് വിചാരിച്ച മലയാളി ഇരിക്കണേ. നമ്മുടെ മുറ്റത്ത് വന്നു കഴിഞ്ഞു അപകടം എന്നുള്ളത് മലയാളിക്ക് മനസ്സിലാവണില്ല. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തമിഴനെ പോലെ നമുക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് മനസ്സിലാവില്ല. പിന്നെ അല്ല, ഇപ്പൊ അങ്ങയുടെയൊക്കെയുള്ള ഇടപെടലുകൾ കൊണ്ടുകൂടി ആകണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് വരുന്നു. ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡൻ MP ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ എനിക്ക് ഇന്ന് ചില മണിക്കൂറുകൾക്ക് മുമ്പെങ്കിലും സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുമായി ഒരു അഭിഭാഷകൻ പോയിട്ടുണ്ട്. മാത്യു നെടുമ്പാറ എന്നോ മറ്റോ എന്നാണ് ഞാൻ വായിച്ചതെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ നിലയ്ക്കൊക്കെ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ? എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ അറിവൊന്നുമില്ല കേട്ടോ. എന്താണ് ശ്രീ മാത്യു നെടുമ്പാറ എന്താണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന നിലയിലാണ്. നിലവിലുള്ള സുപ്രീം കോടതിയുടെ വിധി റദ്ദാക്കണം എന്ന നിലയിലൊക്കെയാണ്. സുപ്രീം കോടതിയാണല്ലോ ഒരു ഘട്ടത്തിൽ ഈ ഡാം സുരക്ഷിതമാണ് എന്നൊരു വിധി പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലാണല്ലോ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചപ്പാത്തിലെ സമരപ്പന്തലൊക്കെ പൊളിച്ചുകൊണ്ട് അവർക്ക് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ സമരം നിർത്തിവെക്കേണ്ടി വന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ വിധി തന്നെ റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ നേതൃത്വത്തിൽ നമുക്ക് അറിയാം, അതായത് ഈ പ്രളയ സമയത്ത് അങ്ങയുടെ സർക്കാർ തോറ്റെങ്കിലും അങ്ങ് ജയിച്ചൊരവസ്ഥയാണ്. ഇപ്പോ അവിടുത്തെ ജലനിരപ്പ്, ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്നുള്ള അങ്ങയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ തമിഴ്നാട് പിന്നെയും പറയുന്നത് 142 152 അടിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തമിഴ്നാട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു അങ്ങയുടെ നേതൃത്വത്തിൽ? ഞാൻ സുപ്രീം കോടതിയിൽ വലിയ ഗഹനമായ വിഷയമായിട്ടല്ല മുല്ലപ്പെരിയാർ കേസ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഇത് എന്ന് പൊളിച്ചു കളയും, എന്ന് നമ്മുടെ നെഞ്ചത്തു നിന്ന് എടുത്ത് മാറ്റും, ആ തീയതി പറയണമെന്നുള്ളതാണ്. അതില് വലിയ ഒരു നിയമപ്രശ്നങ്ങളും ഇല്ല. കാരണം റിലയബിലിറ്റി സയൻസ് ആണ് ലോകത്തിലെ ഈ വിഷയത്തില്
അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖ. ഇപ്പൊ എന്തും എത്ര നാൾ റിലയബിൾ ആണെന്നുള്ളത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് പറയേണ്ടത്. നമ്മള് ഫ്രാൻസിൽ നിന്ന് റഫേൽ എയർക്രാഫ്റ്റ് വാങ്ങി, അത് എത്ര നാള് ഇന്ത്യൻ നേവിയിൽ റിലയബിൾ ആണ്. നമ്മള് യുദ്ധോപകരണങ്ങൾ പലതും പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നുണ്ട്. അത് എത്ര നാൾ റിലയബിൾ ആണെന്ന് പറയേണ്ടത് സയൻസ്, റിലയബിലിറ്റി സയൻസ് ആണ്. കപ്പല്, വാർപ്ലെയിൻ, പിന്നെ വണ്ടികൾ, ഒരു സിമന്റ് സ്ട്രക്ചർ, ഒരു ഡാം സ്ട്രക്ചർ, എന്തിനേറെ പറയുന്നു മനുഷ്യ ശരീരത്തിൽ ആർട്ടിഫിഷ്യൽ ഓർഗൻസ് വരെ, അതായത് നമ്മള് ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ ഇപ്പൊ വെക്കാറുണ്ട്, പേസ് മേക്കർ ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എത്ര നാൾ നമ്മുടെ ശരീരത്തിന് റിലയബിൾ ആണെന്ന് പറയേണ്ട ശാസ്ത്ര ശാഖയാണ് റിലയബിലിറ്റി സയൻസ്. അത് ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു ശാസ്ത്രവും ഇല്ല. അതുകൊണ്ട് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവരത് പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാനഡയിലെ 2ഉം അമേരിക്കയിലെ 1 ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരുകൾ സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഗവൺമെന്റ് എന്താ ചെയ്യണ്ടേ? എന്റെ കേസില് കേരള ഗവൺമെന്റ് രണ്ടാമത്തെ എതിർകക്ഷിയാണ്. കേരള ഗവൺമെന്റിന് എന്താ പ്രശ്നം? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? എന്നെ കേൾക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ, ഞാൻ കുറെ നാൾ അദ്ദേഹത്തിന്റെ പുറകെ നടന്നതാണ്, ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അദ്ദേഹം വിളിച്ചാൽ പോയി പറയാം, അത്രയേ ഉള്ളൂ. അപ്പൊ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കണം എന്ന് ഞാൻ സുപ്രീം കോടതിയിൽ പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് കേരളക്ക് എന്താ പ്രശ്നം? അവർ വന്ന് പരിശോധിക്കട്ടെ, അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞ് 2 സെന്റൻസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായിട്ട് ഇട്ട മുല്ലപ്പെരിയാർ കേസ് തീർന്നു. ഇന്നിട്ടാ നാളെ തീരും. കേരള സർക്കാർ പറയാണ് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. പിന്നെ സുപ്രീം കോടതിക്കാണ് പ്രശ്നം. സുപ്രീം കോടതിക്ക് എന്താ പ്രശ്നം? ഒരു സംസ്ഥാനം വന്ന് സുപ്രീം കോടതി പറയുന്നു ആ സംസ്ഥാനത്തുള്ള ഡാം ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വേണ്ടെന്ന് പറയും. അപ്പൊ ഇന്നിട്ടാ നാളെ തീരുന്ന ഒരു കേസിനാണ് ഇവര് എന്തെന്നാണ് പുതിയ ഡാം എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത 10 കൊല്ലം. അപ്പോഴേക്കും നമ്മൾ ഉണ്ടാവുമോ? ഞാൻ ചോദിക്കുന്നത് അതാണ് എന്റെ ഒരു സംശയം ശ്രീ റസൽ ജോയ്. അതാണ് എന്റെ ഒരു സംശയം. ഈ പുതിയ ഡാം എന്ന് പറയുന്നത് അത് എന്ന് പണി തുടങ്ങി, എന്ന് തീർക്കാനാണ്? അതെങ്ങനെയാണ് അത് പ്രാവർത്തികമാകുക എന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പൊ മുല്ലപ്പെരിയാർ പോലെ ഇത്രയധികം ജലം സംഭരിച്ചു വെക്കാനുള്ള ഒരു ജലസംഭരണി നമ്മൾ പുതുതായി ഉണ്ടാക്കുകയാണല്ലോ വേണ്ടത്. അപ്പൊ ആ ഒരു നിർദ്ദേശം അങ്ങേക്കത് പ്രായോഗികമായി തോന്നുന്നുണ്ടോ? എന്തോന്നു ഈ പുതിയ ഡാമോ? പുതിയ ഡാമൊന്നും പ്രായോഗികമല്ല. ഈ ഭൂകമ്പം സീസ്മിക് സോണാണ്. മുല്ലപ്പെരിയാർ ഏരിയയൊക്കെ സീസ്മിക് സോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം മൊത്തത്തില് സീസ്മിക് സോണാണ്. അവിടെ കൊണ്ടുവന്ന് ഇനിയും ഈ ബ്രഹ്മാണ്ഡമായ ഒരു ഡാം പണിത് വെക്കാന്ന് വെച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇപ്പൊ ശരിക്കും ഡാമിന്റെ അവകാശം സാങ്കേതികമായി ഇപ്പൊ തമിഴ്നാടിനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 999 വർഷത്തെ പാട്ടക്കരാറാണിത്. അന്ന് ആ കരാർ എഴുതുമ്പോ എന്റെ ഹൃദയരക്തം കൊണ്ട് എഴുതുന്നു എന്ന് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പറഞ്ഞു എന്ന് നമ്മൾ വായിച്ച് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ അത്രയും സമ്മർദ്ദത്തിലാണ് ആ കരാർ എഴുതുന്നത്. അതിനുശേഷം 1970 നമ്മുടെ സി അച്യുതമേനോൻ സർക്കാർ അതുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർച്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചെയ്യുമ്പോഴും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. സാങ്കേതികമായി ഇപ്പോൾ ഈ ഡാമിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തമിഴ്നാടാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതിൽ വലിയ പരിമിതി ഇല്ലേ അഡ്വക്കേറ്റ് റസൽ ജോയ്? എന്ത് പരിമിതി? സുപ്രീം കോടതി വന്ന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പരിശോധിക്കണം എന്ന് പറയുന്നതിൽ എന്ത് പരിമിതി? അതിൽ പരിമിതിയില്ല. പക്ഷെ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ സുപ്രീം കോടതി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ എന്താണ്? ഡാം സുരക്ഷിതമാണ്, തമിഴ്നാടിന് വെള്ളം കൊടുക്കണം എന്നൊക്കെയുള്ള നമുക്ക് ഈ നിയമ പോരാട്ടം നമുക്ക് മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പൊ അതിനുശേഷം അതിനടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. അത് പരിശോധിക്കുന്നു. ശരി, സുപ്രീം കോടതി ഡാം സേഫ് ആണെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ കേരളവും തമിഴ്നാടും കൂടി ഒരു എംപവേർഡ് സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി കൊണ്ടുവന്ന് അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഡാം ഈസ് സേഫ് എന്ന് പറഞ്ഞിട്ട്. അത് റിലൈ ചെയ്യാൻ ആ കോടതിക്ക് പറ്റുള്ളൂ. വേറൊരു റിപ്പോർട്ട് ഇല്ലല്ലോ. അതാണ് ഈ റിപ്പോർട്ട് ആരുടെയാണ്? സിവിൽ എഞ്ചിനീയേഴ്സിന്റെ റിപ്പോർട്ടാണ്.
സിവിൽ എഞ്ചിനീയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ആ കമ്മിറ്റിയൊക്കെ പിരിച്ചു വിടണമെന്നാണ് ഞാൻ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവേർഡ് കമ്മിറ്റി 3 ജഡ്ജ് 2 സിവിൽ എഞ്ചിനീയേഴ്സ്, പിന്നെ അതിന്റെ അടിയിൽ സൂപ്പർവൈസറി കമ്മിറ്റി, അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി. ഈ സൂപ്പർവൈസറി കമ്മിറ്റിയിലും സബ് കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ സൂപ്പർവൈസറി കമ്മിറ്റി അംഗീകരിക്കുമോ? നാളിതുവരെ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് തോന്നുന്ന അവർ ചെയ്യും. അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആരുമില്ല, സുപ്രീം കോടതി പോലും ഇല്ല. അപ്പൊ അവരാണ് ഇത് ഒരു എംപവേർഡ് കമ്മിറ്റി തയ്യാറാക്കി കൊണ്ടുവന്ന് സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അത് ശരിക്കും കേരളവും തമിഴ്നാടും കൂടി ആലോചിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അതിനു വേണ്ടിയാണ് ഇത്തരം കമ്മിറ്റികളൊക്കെ അവരുണ്ട്. വളരെ വളരെ അതിലൊക്കെ അമ്മമാർക്ക് ഭയങ്കരമായിട്ടുള്ള തന്ത്രവും ബുദ്ധി ഉണ്ടായി. ലോകത്ത് ഒരു ഡാമിനും ഇതുപോലെ എംപവേർഡ് കമ്മിറ്റിയോ സൂപ്പർവൈസറി കമ്മിറ്റിയോ അതിന്റെ അടിയിൽ സബ് കമ്മിറ്റിയോ ഇതൊന്നും ഇല്ല. ഡാം മാനുവൽ ഉണ്ട്. ആ ആ ഡാം മാനുവലിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് അതിന്റെ സൂപ്പർവൈസറി ഡാമിന്റെ ചുമതലയുള്ള എഞ്ചിനീയേഴ്സ് നിരന്തരമായിട്ട് ആ ഡാം മാനുവൽ അനുസരിച്ച് ചെയ്യണമെന്നുള്ളതാണ് വകുപ്പ്. ചെയ്യേണ്ടതില്ല എന്നുള്ളത് വേറെ വശം. പക്ഷെ ഇതുപോലെ സൂപ്പർവൈസറി എംപവേർഡ് കമ്മിറ്റി, സൂപ്പർവൈസറി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത കാഴ്ചയാണ് മുല്ലപ്പെരിയാറിൽ കാണുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയ്, അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം, അങ്ങ് നിരവധി വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ലളിതമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തമിഴ്നാട് എന്തായാലും അവർക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം അവർ അംഗീകരിക്കില്ല. അവരുടെ 5 ജില്ലകൾ, ആ ജില്ലകളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായി പോകുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ആശങ്ക ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ എത്രയോ ലക്ഷങ്ങളോ കോടികളോ വരുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. വല്ലാതെ ഒരു സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഏറ്റവും ലളിതമായി ഈ വിഷയം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നു? ഫിറോസ്, ഈ തമിഴ്നാടിന് ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷുകാരും കൂടി ഊതി പെരുപ്പിച്ചതാണ്. അവര് ബുദ്ധിപൂർവ്വം മിണ്ടാതിരുന്നു മാത്രമേ ഉള്ളൂ. അവർക്ക് ഇപ്പൊ ഒന്നും വെള്ളം ആവശ്യമില്ല ഫിറോസ്. ജൂണിൽ വേണ്ട, ജൂലൈയിൽ വേണ്ട, ഓഗസ്റ്റ് വേണ്ട, സെപ്റ്റംബറിൽ വേണ്ട, ഒക്ടോബറിൽ വേണ്ട, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വെള്ളം വേണ്ട അവർക്ക്. അവര് ഏപ്രിലാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അത് വലിയ പൂജയൊക്കെ ചെയ്ത് തമിഴ്നാട്ടിലെ എല്ലാ മിനിസ്റ്റേഴ്സും വന്ന്, മുഖ്യമന്ത്രി അടക്കം വന്ന് പൂജയൊക്കെ ചെയ്ത് പൂജാരി കൈക്കൊമ്പിളിൽ വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാണ് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകുന്നത്. വലിയ ഒരു ആഘോഷമാണ് അത്. അവർക്കിപ്പോ ഒന്നും വേണ്ട. ഏതോ ഒരു വരണ്ട പാടം കാണിച്ചിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു തമിഴകം മുഴുവൻ ഇങ്ങനെയാണ്. ഈ 5 ജില്ലകൾ നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതങ്ങോട്ട് പൊട്ടിപ്പോകുമ്പോ MM മണി പറഞ്ഞ പോലെ തമിഴ്നാട് വെള്ളം കുടിക്കാണ്ടൊന്നും ചാകത്തൊന്നുമില്ല. കേരളം തമിഴ്നാടിന്റെ ഒരു ഭാഗമാക്കും. ഇവിടെ ജനങ്ങളില്ല, ചോദിക്കാനും പറയാനും ഇപ്പൊ തന്നെ ചോദിക്കാനും പറയാനും ആളില്ല. അപ്പൊ പൊട്ടിത്തകർന്ന് കേരളം നശിച്ച് എല്ലാവരും വിഷവാതകവും ക്രൂഡ് ഓയിലും തിന്ന് ചത്തു കഴിയുമ്പോ പിന്നെ ആരാ ചോദിക്കാനുള്ളത്? അപ്പൊ തമിഴ്നാട് പറയാണ് അവർക്ക് 10-40 MP ഉള്ളതല്ലേ. ഇത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് തമിഴ്നാടുമായിട്ടാണ്. ഇത് ഞങ്ങളുടെ ഒരു ജില്ല ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ എതിർക്കണത്? കേരള ജില്ല. അത്രേ ഉള്ളൂ. അവർക്കെന്താ നഷ്ടം? അവർക്ക് ഒരു നഷ്ടമല്ല. അവർക്ക് ഇപ്പോഴും ലാഭമാണ്. അവർ 50,000 കോടി രൂപ ഈ വെള്ളത്തിൽ നിന്ന്, കൃഷിയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. 5 ജില്ല എന്ന് പറയുമ്പോൾ 2 ജില്ല ചേർത്ത് വെച്ചാൽ കേരളമായി. അപ്പൊ 5 ജില്ല എന്ന് പറയുന്നത് ആലോചിച്ചു എന്തുമാത്രം ഏരിയയിലാണ് അവർ കൃഷി ചെയ്യുന്നത് ഈ വെള്ളം ഉപയോഗിച്ച്. അവര് തന്നെ പറയണം 50,000 കോടി രൂപ. അവരുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു 50,000 കോടി രൂപ പ്രതിവർഷം ഇതിൽ ലാഭമുണ്ട്. അതിലൊരു 10,000 കോടി മേടിച്ച് കേരള ഖജനാവിൽ വെക്കാനായിട്ട് ഈ വെള്ള ഷർട്ടും വെള്ളം കൊണ്ട് കൊടുത്ത് നടക്കുന്ന പെരുങ്കള്ളന്മാർക്ക് സാധിച്ചോ? നാളിതുവരെ സാധിച്ചോ? ഖജനാവിൽ വെക്കാൻ. വേറെ വല്ല സ്ഥലത്തൊക്കെ അവർ മേടിച്ചു വെക്കണ്ടോ? അതുപോലെ തന്നെ 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ 1 യൂണിറ്റ് എനർജി സർപ്ലസ് സ്റ്റേറ്റ് തമിഴ്നാട്. അതിൽ നിന്ന് 1 യൂണിറ്റ് കേരളത്തിലേക്ക് കേരളം ഡെഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. 1 യൂണിറ്റ് കേരളത്തിലേക്ക് മേടിച്ചു വെക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? ഇവർ എന്ത് രാഷ്ട്രീയം ഇവിടെ പറയണേ? എനിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല. ഈ ജനങ്ങൾ പോയി വെയിലും കൊണ്ട് നിന്ന് ഇവരുടെ പുറകെ സിന്ദാബാദും വിളിച്ച് നടന്ന് കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് പോയി, ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോയി, കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ഇവരെ നിർത്തി വോട്ടും ചെയ്ത് ജയിപ്പിച്ചിട്ട് ഇവരെന്താ ചെയ്യണേ? ഈ സമ്പത്തും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ യുവാക്കളൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫിലും വല്ലതും പോണോ?
ഇവിടെ തന്നെ തൊഴിലില്ലാത്തവർക്ക് ഒരു 50,000 രൂപ വെച്ച് കൊടുത്തുകൂടെ? വയസ്സായ ആളുകൾക്ക് 10,000 രൂപ ആക്കണം എന്തിനാ? 25,000 രൂപ വെച്ച് കൊടുത്തുകൂടെ? അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പി.ജെ. ജോസഫ് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പതിറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാത്രിയിൽ ഞാൻ ദുസ്വപ്നങ്ങൾ കണ്ടുണരാറുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടെന്നൊക്കെ. മുല്ലപ്പെരിയാർ പൊട്ടുന്നതുമായി ബന്ധപ്പെട്ടെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം ദുസ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിയിരുന്ന രാത്രികളുണ്ട്. അത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ റോഷി അഗസ്റ്റിൻ, ഇപ്പോഴത്തെ ജലവിഭവ മന്ത്രി, അവിടെ നിരാഹാരം കിടന്നത് നമ്മുടെ ഓർമ്മകളിലുണ്ട്. വലിയ സമരം ഒക്കെ നടന്നു. പക്ഷേ ഇപ്പോ എനിക്ക് തോന്നുന്നു ആ സമരം വൈൻഡപ്പ് ചെയ്തിട്ട് തന്നെ ഇപ്പോ ഒരു 10, 12, 13 വർഷമായി. ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. നിങ്ങള് പ്രത്യേകിച്ച് ഇടുക്കി എംപിയോട് പ്രത്യേകമായിട്ട് ഇത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. 140 MLA-മാരോടും 20 MP-മാരോടും രാജ്യസഭയിലെ എംപിമാരോടും ഈ പറഞ്ഞ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോ 8 മന്ത്രിമാരോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ പാർലമെന്റിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കുക. റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ ഒന്ന് ഡാം പരിശോധിക്കട്ടെ, എന്നിട്ട് അത് എന്ന് വരെ നിൽക്കും, അത് എന്ന് പൊളിച്ചു കളയുന്നുള്ള ഡേറ്റ് പറയുക. ഇവർക്ക് എന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞാൽ ഈ സെന്റ് ജോർജ് ഫോർട്ട് എന്ന് പറയുന്ന ആ ഒരു തമിഴ്നാടിന്റെ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, അവിടെ ഏകഛത്രാധിപതിയായിരിക്കുന്ന ശ്രീ MK സ്റ്റാലിൻ തിരുവനന്തപുരത്ത് ഓടി വരും, കയ്യും കെട്ടി നിൽക്കും, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട്. വെള്ളം കൊടുക്കാൻ 100 വഴികളുണ്ട്. ഇപ്പൊ അതാണ് ഫിറോസ് ചോദിച്ചത്. കക്കി ഡാം എന്ന് പറയുന്ന ഒരു ഡാം പമ്പാ നദിയിലുണ്ട്. അതില് തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം പമ്പ പവിത്ര ജലമാണ്, ഗംഗാജലം പോലെയാണ്. അവിടെ ഒരു ഡാം ഉണ്ട്, പമ്പാ നദിയിലുള്ള ഡാമാണ് കക്കി ഡാം. അവിടെ നിന്ന് ഒരു 52 കിലോമീറ്റർ പൈപ്പ്. പത്തനംതിട്ടയിലെ പമ്പാ നദിയിലുള്ള ഡാമാണ്. അവിടെ നിന്ന് ഒരു 52 കിലോമീറ്റർ. അത് ആ ഡാമിന് ഒരു പ്രത്യേകത ഉണ്ട്, ഉയരം വെച്ച് നോക്കിയാൽ അത് മുകളിലാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. അങ്ങനെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാം. കാരണം ഈ കക്കി ഡാമില് മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ വെള്ളമുണ്ട്. ഒരു 3 മാസം ഒരു 100 കോടി രൂപ മാക്സിമം, മുല്ലപ്പെരിയാർ പ്രശ്നം തീർന്നു. പക്ഷെ ഇവര് തീർക്കൂല. എന്താണെന്നറിയോ ഫിറോസിന്? പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുവോ ഫിറോസ്? ജനങ്ങൾ ചത്ത ഇവന്മാർക്ക് എന്താണ്? ഈ വെള്ളയടിച്ച ആൾക്കാർക്ക് എന്താണ്? ഒന്നുമില്ല. അവര് വീണ്ടും കരിമണൽ വാരാനും സ്വർണം അട്ടപ്പാടിയിൽ നൂറ്റാനും കൊച്ചിയിൽ നാച്ചുറൽ ഗ്യാസ് എടുക്കാൻ വേണ്ടിയുള്ള കുഴി കുത്താനും ഒക്കെ അവർ വരും. മറ്റൊരു കാര്യം, വളരെ ഇമോഷണലായി ഈ വിഷയം നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാകട്ടെ സുപ്രീം കോടതി ആകട്ടെ അത്തരം ഫോറങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ തമിഴ്നാടിന് കഴിയുന്നു. ഒന്നാമത്തെ കാര്യം, അത് വെള്ളവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ ജീവജലത്തിന്റെ പ്രശ്നമാണല്ലോ, വൈകാരികമായ വിഷയമായി അവരത് അവതരിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. അവര് എങ്ങനെ അവതരിപ്പിച്ചോട്ടെ, എന്റെ സിമ്പിൾ സൊല്യൂഷൻ പോരെ. എന്തിനാണ് വലിയ ഗഹനമായ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞ് തലവേദന ഉണ്ടാക്കുന്നത്? അത് എന്തിനാന്ന് മനസ്സിലായി ഫിറോസിന്. ഇത് ഒരു കാര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കരുത്. ഈ പൊന്മുട്ടയിടുന്ന താറാവ് അവിടെ തന്നെ വേണം. അതിനാണ് ഓരോ ഗിമ്മിക്കുമായിട്ട് വരുന്നത്. ഇങ്ങനെ എത്ര കൊല്ലം നീട്ടി? 60 വർഷം ഈ ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് 60 വർഷമായിട്ട് ഇതിനൊരു പ്രശ്നം, ഈ പ്രശ്നത്തിന് തീരുമാനമില്ല. ഇനി ഒരു കൂട്ടര് ഡാം എന്ന് പറയുന്നു, ഒരു കൂട്ടര് ടണൽ എന്ന് പറയുന്നു, പിന്നെന്താണ് തമിഴ്നാട് റിപ്പയർ ചെയ്യാൻ പോകുന്നു. ഇത് തീരുമാനമായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. എന്താണ് ഒരു ശരാശരി മലയാളിക്ക്, മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്കയുള്ള ഒരു ശരാശരി മലയാളിക്ക് ചെയ്യാനാവുക അങ്ങയുടെ അഭിപ്രായത്തിൽ? അങ്ങ് എന്ത് ചെയ്യാൻ പോകും? ഒരു ശരാശരി മലയാളി, ലോക മലയാളികൾ ഇപ്പൊ ദുബായിലൊക്കെ ഇരുന്നത് ചെയ്യാം. നിങ്ങളൊക്കെ ദുബായിലാണല്ലോ, വിദേശത്താണല്ലോ, ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക. ഇങ്ങനെ എഴുതി വെക്കാറില്ല. സോഷ്യൽ മീഡിയയില്, ഇൻസ്റ്റയിലും ടെലഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും
ട്വിറ്ററിലും എല്ലാത്തിലും ഇതിങ്ങനെ ഷെയർ ചെയ്യുക. അവനവന്റെ വീടിന്റെ മുമ്പിൽ ഒരു തുണി വലിച്ചു കെട്ടുക. കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ കേസിൽ അഡ്വക്കേറ്റ് റസൽ ജോയിയെ പിന്തുണയ്ക്കുക. ഇതിനെന്താ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഇവിടെ കേരളം ഇതുപോലെ തന്നെ വേണം, ഈ ഭാഷയും സംസ്കാരവും ഉണ്ടാവണം എന്ന് വിചാരിക്കണവർ ചെയ്യട്ടെ. 100 രൂപയുടെ മുടക്കുള്ളൂ. തുണി വലിച്ചു കെട്ടി എഴുതി വെക്കുക. ഈ ഇൻസ്റ്റയിലും ഇതൊക്കെ ചെയ്യണതിന് ഒറ്റ പൈസ മുടക്കില്ല. അത് ചെയ്യട്ടെ. കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന് അത് ഈ ചാനലിലൂടെ നിങ്ങൾ എഴുതി കാണിച്ച് പറയും. പിന്നെ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്? അത് ഇനിയിപ്പോ അടുത്ത മാസമാണോ പരിഗണിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റേറ്റസ് എന്താണ്? അത് അവിടെ കൊണ്ടുപോയി ഒരു കേസ് മെൻഷൻ ചെയ്ത ഒരു അർജന്റ് മെൻഷനിങ് ആപ്ലിക്കേഷൻ കൊടുത്ത മെൻഷനിങ് രജിസ്ട്രാർ അത് ലിസ്റ്റിലിടും. ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ ലിസ്റ്റ് ഒന്നും വേണ്ട, അവർക്ക് ഫയൽ ചെയ്യാം. പോണെങ്കിലും കോപ്പി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഫയൽ ചെയ്യാം. ആ ഫയലിംഗ് വന്നാൽ തന്നെ ഇത് ലിസ്റ്റിലാവും. കാരണം ഒരു ഗവൺമെന്റ് വന്നിട്ട് പറയാണ് ഈ കേസിലെ പ്രയർ സപ്പോർട്ട് ചെയ്ത ഒരു ഗവൺമെന്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിലാവും, തീരുമാനം എടുക്കും. കോടതിക്ക് പിന്നെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. ഫിറോസ് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങള് മുഖ്യമന്ത്രിയോട് ചോദിക്കണം ഈ കാര്യം, എന്താ ചെയ്യാതെ. മുഖ്യമന്ത്രിയോട് ഇന്നലെ ചോദിച്ചപ്പോ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചത്, ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു എന്നാണ്. കാരണം അദ്ദേഹത്തിന് അതല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റുമെന്നുള്ള ചോദ്യവും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും അദ്ദേഹം കേരളത്തിന്റെ ഒരറ്റന്മാര് മറ്റേറ്റന്മാരെ മനുഷ്യ മുതലുണ്ടാക്കിയത് ഈ ജനങ്ങൾ, ഈ പാവങ്ങളെല്ലാം പോയി മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുന്നു വിചാരിച്ചിട്ട് പോയി ആ മതിൽ നിന്നില്ലേ. അപ്പൊ 2011 എനിക്ക് തോന്നുന്നത്. അപ്പൊ എത്ര 13 വർഷമായി. എത്ര 13 വർഷമായി. അപ്പൊ 13 വർഷം കൊണ്ട് ഇത് കുറച്ചുകൂടെ ബലം വെച്ച. ആകെ തുർക്കി എല്ലാം ഒഴിച്ചു പോയി വെറുതെ കരിങ്കലിന്റെ കൂമ്പാരം, അതിന് ബലം വെച്ച. ഒരു കാര്യമുണ്ട് ഫിറോസ്, ഇവര് പറയുന്നത് ഇവരുടെ ബുദ്ധിയില്ലാത്ത ആളുകൾ വിഴുങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും ബുദ്ധിയില്ലാന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ബുദ്ധിയുള്ളവരുണ്ട് ഇവിടെ. അതെ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം അതിന്റെ വഴിക്ക് നടക്കുന്നു. അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം അത് ഒരു വഴിക്ക് നടക്കുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ബോധനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ തുടരുന്നു, മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും. ഏതായാലും അദ്ദേഹം പറയും പ്രകാരമാണെങ്കിൽ അത്യാവശ്യം അത് ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയം തന്നെയാണ്. ബുദ്ധിയുള്ള ശരാശരി മലയാളി ആ ഗൗരവത്തോടെ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമായി അങ്ങനെ മുമ്പോട്ട് പോകും എല്ലാ കാലവും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു ഘട്ടമാണ് എന്നും അഡ്വക്കേറ്റ് റസൽ ജോയി പറയുന്നുണ്ട്. അങ്ങയുടെ പോരാട്ടം തുടരട്ടെ. അങ്ങയുടെ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് അഡ്വക്കേറ്റ് റസൽ ജോയി. ഇത്രയും നേരം സംസാരിച്ചതിന് ഒത്തിരി സന്തോഷം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ ഒരു അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോം ഉണ്ട്, change.org എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. അവിടെ നമ്മുടെ change.org അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു പെറ്റീഷൻ പോസ്റ്റ് ചെയ്തു. അപ്പോ അതിലൊരു 18-19 ലക്ഷം പേര് ഇപ്പൊ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടില് 4 കോടി ജനങ്ങളുണ്ട്. അപ്പം ഒരു 1/2 കോടിയെങ്കിലും ജനങ്ങള് അതിനോട് പോസിറ്റീവായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്താല് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അതില് ഇടപെടാതെ പറ്റില്ല എന്നാവും. അവരുടെ ശ്രദ്ധയിൽ വരും. കാരണം ഇത് സെൻട്രൽ ഇന്റലിജൻസ് ഒക്കെ സുസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെറ്റീഷനാണ്. ഇത് ആരും മൈൻഡ് ചെയ്യാണ്ട് കിടക്കണതുകൊണ്ടാണ് 4 കോടി ജനങ്ങളുള്ളിടത്ത് 10-12 ലക്ഷം ആൾക്കാർ ഒപ്പിട്ടിട്ട് അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള
ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഒരു 1 കോടി ആളുകളെങ്കിലും അത് സൈൻ ചെയ്താലും തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, ലോക മാധ്യമങ്ങൾ ശ്രദ്ധിക്കും. ബിക്കോസ് ഇറ്റ്സ് ആൻ എൻവയറമെന്റൽ ഇഷ്യൂ. അപ്പം അതിൽ നിർബന്ധമായിട്ടും പ്രധാനമന്ത്രിക്ക് ഇടപെടേണ്ടതായിട്ട് വരും. ഞാൻ അവിടെ ഡൽഹി പോയി കാത്തു കിടന്ന് പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതിനെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇതിന്റെ ലിങ്കും QR കോഡും അത് ഇപ്പം മൊബൈലില് നെറ്റില് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. change.org എന്ന് അടിച്ചാൽ തന്നെ ഈ പെറ്റീഷൻ വരും. ഇനി വന്നില്ലെങ്കിൽ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് കൂടി അയച്ചു കൊടുക്കാം change.org പോയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും വരും. അത് അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷൻ ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് അതിൽ ഒപ്പിടാവുന്നതാണ്. അവര് ചിലപ്പോ ഈ change.org ഡൊണേഷൻസ് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒപ്പിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ഈ ചാനലിലൂടെ ഒന്ന് എല്ലാവരോടും ഒന്ന് പറയണം. അഡ്വക്കേറ്റ് റസൽ ജോയ്, അത് ഒന്ന് പറയാമോ? ഈ ചെയിൻ ആണോ അല്ലെങ്കിൽ ചേഞ്ച് ആണോ? ഈ മാറ്റം എന്നുള്ള സ്പെല്ലാണോ അതല്ലെങ്കിൽ ചങ്ങലയാണോ? change.org ആണോ? മാറ്റം change.org എന്ന ഗൂഗിളിൽ സെർച്ച് കൊടുത്താൽ നമുക്ക് അഡ്വക്കേറ്റ് റസൽ ജോയുടെ പരാതിയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിൽ നമുക്ക് അതിനെ പിന്തുണയ്ക്കാമെന്ന് അദ്ദേഹം അറിയിക്കുന്നു. അതുപോലെ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡിസാസ്റ്റർ, അങ്ങനെ നോക്കിയിട്ട് കിട്ടാതെ വന്നാല് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ. അതെ, സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന ക്യാമ്പയിൻ, അതിനെയും പിന്തുണയ്ക്കാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു, എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു. അങ്ങേപ്പോലെ ഉള്ളവർ ഉയർത്തുന്ന ഇത്തരം സംശയങ്ങൾ ഒരുപക്ഷെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോസ്ട്രഡാമസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതൊക്കെ അത് അത്രത്തോളം ഭീതിതമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ സംവിധാനത്തിന്റെയും ഇച്ഛാശക്തിയെ നിർണ്ണയിക്കുന്നത്. അത് തന്നെയാണ് ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെയും ഇച്ഛാശക്തിയെ നിർണ്ണയിക്കുന്നത്. സ്നേഹം അറിയിക്കട്ടെ അഡ്വക്കേറ്റ് റസൽ ജോയി. ഇത്രയും നേരം അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു, ആ യാത്രക്കിടയിലും ഞങ്ങളോട് ജോയിൻ ചെയ്ത് സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. താങ്ക് യു.